ഒരു തവണ അഴിമതി നടത്തിയവരെ താഴെയിറക്കി അടുത്ത അഴിമതിക്കാരെ ഭരണത്തിലെത്തുന്ന രാഷ്ട്രീയം അതാണ് കേരളത്തിൽ കാലങ്ങളായി കണ്ടുവരുന്നത്. അല്ല എന്ന് പറയുന്നത് അസംബന്ധമാണ്. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിന്റെ തലവര മാറ്റി എഴുതാൻ പോകുന്ന സംസ്ഥാനത്തെ 25ഓളം വരുന്ന നിർണായക മണ്ഡലങ്ങളിലെ അടിയൊഴുക്കുകളെ കുറിച്ചാണ്. ഈസി വാക്ക് ഓവർ പ്രതീക്ഷിച്ച് കളത്തിലിറങ്ങിയ പല പ്രമുഖന്മാരുടെയും ഉറക്കം കെടുത്തുന്ന, കേരളത്തെ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് നയിക്കുന്ന, അതിലുപരി നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയം കേരളത്തിൽ എങ്ങനെ വേരുറപ്പിക്കുന്നു എന്നതിന്റെ വ്യക്തമായ ചിത്രമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായും കാണുക. കാരണം നിങ്ങൾ അറിയാത്ത മുഖ്യധാരാ മാധ്യമങ്ങൾ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്ന പല സത്യങ്ങളും ഇതിലുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥയും കേരളത്തിന്റെ അവസ്ഥയും തമ്മിലൊന്ന് താരതമ്യം ചെയ്യണം. വികസനത്തിന്റെ ഡബിൾ എഞ്ചിൻ സർക്കാരുകൾ ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ഗുജറാത്തും ഉത്തർപ്രദേശും അസമും ഒക്കെ IT, വ്യവസായം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിൽ കുതിക്കുന്നു. നമ്മുടെ ഹൈവേകളും റെയിൽവേകളും വികസിക്കുന്നു. വന്ദേ ഭാരത് എക്സ്പ്രസുകൾ രാജ്യത്തിന്റെ അഭിമാനമായി ഓടുന്നു. രാജ്യം ഡിജിറ്റൽ ഇന്ത്യയായി മാറി. മാറ്റം അനിവാര്യമാണെന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞും കഴിഞ്ഞു. ദേശീയ മുഖ്യധാരയോടൊപ്പം ചേർന്ന് നിൽക്കാതെ കേരളത്തിന് ഇനി ഒരു മുന്നേറ്റം സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കി. ഈ ഒരു ദേശീയ വികാരം അഥവാ നവഭാരത സൃഷ്ടിയിൽ പങ്കാളികളാകാനുള്ള കേരളത്തിന്റെ ആഗ്രഹം അത് തന്നെയാണ് BJP നയിക്കുന്ന NDA മുന്നണിക്ക് ഇത്തവണ അഭൂതപൂർവമായ ജനപിന്തുണ നേടിക്കൊടുക്കുന്നത്. ഇനി നമുക്ക് കേരളം ആര് ഭരിക്കുമെന്ന് നിശ്ചയിക്കുന്ന ആ നിർണായകമായ 25 മണ്ഡലങ്ങളിലേക്ക് വരാം. ഇരു മുന്നണികൾക്കും ഒരുപോലെ വിജയപ്രതീക്ഷയുള്ള, എന്നാൽ അടിയൊഴുക്കുകൾ പൂർണ്ണമായും NDAക്ക് അനുകൂലമായി മാറുന്ന ഈ മണ്ഡലങ്ങളിലെ നേരിയ വോട്ട് വ്യത്യാസം പോലും ഭരണസിംഹാസനത്തിലേക്കുള്ള വഴി മാറ്റിയേക്കാം. LDFന്റെ കൈവശമിരിക്കുന്ന പല ഉറച്ച സീറ്റുകളിലും ഇക്കുറി പോരാട്ടം കടുത്തതാണ് എന്ന് മാത്രമല്ല, അടിത്തറയിളകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഭരണവിരുദ്ധ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന UDF പ്രതീക്ഷയും സുശക്തമായ സംഘടനാ സംവിധാനത്തിലൂടെ അത് മറികടക്കാമെന്ന LDF ആത്മവിശ്വാസവും വെറും പാഴ്ക്കിനാവായി മാറുകയാണ്. കാരണം BJPക്ക് നിർണായക സ്വാധീനമുള്ള ഈ മണ്ഡലങ്ങളിൽ അവർ വെറുതെ വോട്ട് പിടിക്കുകയല്ല, മറിച്ച് വിജയക്കൊടി പാറിക്കാൻ തന്നെയാണ് കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ തുടങ്ങാം. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം എന്നീ 3 മണ്ഡലങ്ങൾ ഇന്ന് സംസ്ഥാന ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. കേരളത്തിലെ BJPയുടെ ഗുജറാത്ത് എന്നറിയപ്പെടുന്ന നേമത്ത് LDFും BJPയും തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് കോൺഗ്രസിലെ KS ശബരിനാഥൻ കടന്നു വന്നതോടെ മത്സരം കടുത്തു എന്ന് മാധ്യമങ്ങൾ പറയുന്നുണ്ടാകാം. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. എത്ര ശക്തരായ എതിരാളികൾ വന്നാലും നേമത്തെ കാവിക്കരുത്തിനെ തടഞ്ഞു നിർത്താൻ അവർക്കാകില്ല. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ഏറ്റവും കൂടുതൽ അറിയുന്ന നേമത്തിലെ ജനങ്ങൾ തങ്ങളുടെ വോട്ട് ആർക്ക് നൽകണമെന്ന് എന്നോ തീരുമാനിച്ചു കഴിഞ്ഞു. വട്ടിയൂർക്കാവിലേക്ക് വന്നാൽ VK പ്രശാന്തും K മുരളീധരനും തമ്മിലുള്ള പോരാട്ടം ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുന്നു എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്നാൽ ഇവിടെ BJP സൃഷ്ടിക്കുന്ന നിശബ്ദ വിപ്ലവം ആരും കാണുന്നില്ല. അഭ്യസ്തവിദ്യരും വികസനം ആഗ്രഹിക്കുന്നവരുമായ വട്ടിയൂർക്കാവിലെ വോട്ടർമാർ കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതികളോടും മറ്റ് വികസന അജണ്ടകളോടും ആഭിമുഖ്യം പുലർത്തുന്നവരാണ്. ഇരുവരും പരസ്പരം പോരടിക്കുമ്പോൾ സമാധാനവും വികസനവും ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം വോട്ടർമാർ താമരയിൽ അഭയം പ്രാപിക്കുകയാണ്. കഴക്കൂട്ടത്ത് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് ഇത്തവണ അടിതെറ്റുമെന്നത് ഉറപ്പായി കഴിഞ്ഞു. അവിടെ BJP ശക്തമായ വെല്ലുവിളിയുമായി എത്തിയതോടെ മണ്ഡലം അക്ഷരാർത്ഥത്തിൽ ആടി ഉലയുകയാണ്. ടെക്നോ പാർക്ക് ഉൾപ്പെടുന്ന ഈ IT ഹബിൽ കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതികളുടെ ഗുണഭോക്താക്കളായ ആയിരക്കണക്കിന് യുവാക്കളുണ്ട്. അവർക്ക് കൃത്യമായി അറിയാം ഇന്ത്യയുടെ ഭാവി നരേന്ദ്രമോദിയുടെ കൈകളിൽ സുരക്ഷിതമാണെന്ന്. ശബരിമല വിഷയത്തിൽ വിശ്വാസികളെ വഞ്ചിച്ച ഇടത് സർക്കാരിനോടുള്ള അടങ്ങാത്ത രോഷം കഴക്കൂട്ടത്തെ സാധാരണക്കാരായ വോട്ടർമാരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അത് ഇത്തവണ BJPക്ക് അനുകൂലമായ വോട്ടായി മാറും. ഇനി നമുക്ക് നേരെ മധ്യ തിരുവിതാംകൂറിലേക്ക് വരാം. വീറോടെയുള്ള പോരാട്ടം നടക്കുന്ന പത്തനാപുരവും ആറന്മുളയും പരിശോധിക്കാം. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ കുത്തകയായ പത്തനാപുരത്ത് UDFന്റെ ജ്യോതികുമാർ ചാമക്കാല വെല്ലുവിളി ഉയർത്തുന്നുണ്ടെങ്കിലും ഈ 2 മുന്നണികളുടെയും വികസന മുരടിപ്പിൽ മനം മടുത്ത വോട്ടർമാർ ഒരു മൂന്നാം ബദൽ തേടുകയാണ്. ഗണേഷ് കുമാറിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കടുത്ത മത്സരമാണിതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുമ്പോൾ അവിടെ NDA സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടുകൾ പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യങ്ങളെ അട്ടിമറിക്കും. ആറന്മുളയിൽ മന്ത്രി വീണ ജോർജിനെതിരെ യുവ നേതാവ് അബിൻ വർക്കി അട്ടിമറി സാധ്യതകൾ തേടുന്നു എന്ന് പറയുമ്പോഴും ആറന്മുളയുടെ പൈതൃകവും വിശ്വാസവും സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായ BJP അവിടെ ശക്തമായ സാന്നിധ്യമാണ്. ശബരിമല പാതയിലെ പ്രധാന ഇടത്താവളമായ ആറന്മുളയിൽ ഹിന്ദുത്വ വോട്ടുകളുടെ ധ്രുവീകരണവും BJPക്ക് വലിയ നേട്ടമുണ്ടാക്കും.
തിരുവല്ലയിൽ മാത്യു ടി തോമസിന് ഇക്കുറി കാറ്റും കോളുമാണ്. LDF സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ തിരുവല്ലയിലെ ജനങ്ങളെ ചിന്തിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ മന്ത്രി VN വാസവൻ മത്സരിക്കുന്ന ഏറ്റുമാനൂരിലും മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇടുക്കിയിലും മാറ്റത്തിന്റെ കാറ്റ് വീശുന്നു. ഈ പ്രദേശങ്ങളിലെ വലിയൊരു വിഭാഗം വരുന്ന ക്രൈസ്തവ സമൂഹവും ഇന്ന് BJPയുമായി വലിയ തോതിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളിൽ ജാതിയോ മതമോ നോക്കാതെ എല്ലാവർക്കും തുല്യ പരിഗണന നൽകുന്ന മോദി സർക്കാരിന്റെ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന നയം ക്രൈസ്തവ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വിവിധ സഭാ മേലധ്യക്ഷന്മാരുമായുള്ള കൂടിക്കാഴ്ചകളും ഈസ്റ്റർ ദിനത്തിലെ സന്ദർശനങ്ങളും ഇതിനടിവരയിടുന്നു. KM മാണിയുടെ കോട്ടയായിരുന്ന പാലായിൽ ഇക്കുറി അടിയൊഴുക്കുകൾ NDAക്ക് അനുകൂലമായിട്ടാണ് നീങ്ങുന്നത്. കർഷകരുടെ പ്രശ്നങ്ങളിൽ സംസ്ഥാന സർക്കാർ തുടരുന്ന അവഗണനയ്ക്കെതിരെ ശക്തമായ രോഷം അവിടെയുണ്ട്. കേന്ദ്രം നൽകുന്ന റബ്ബർ സബ്സിഡിയും മറ്റ് കാർഷിക ആനുകൂല്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ സംസ്ഥാനം പരാജയപ്പെടുമ്പോൾ കർഷകർ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിനെ ഉറ്റുനോക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് G സുധാകരന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം CPMന്റെ ഉറക്കം കെടുത്തുന്നത് ചില്ലറയൊന്നുമല്ല. ഇടത് പാളയത്തിലെ ഈ വിള്ളൽ കൃത്യമായി മുതലെടുക്കാൻ BJPക്ക് സാധിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലെ സ്വേച്ഛാധിപത്യ പ്രവണതകൾക്കെതിരെ പ്രതികരിക്കുന്ന വലിയൊരു വിഭാഗം അണികൾ ഇത്തവണ NDAക്ക് അനുകൂലമായി വോട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ കേരള രാഷ്ട്രീയത്തിൽ ഇത്തവണത്തെ ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ അഥവാ ഗതി മാറ്റിമറിക്കുന്ന ഘടകം സംഭവിക്കാൻ പോകുന്നത് എറണാകുളം ജില്ലയിലാണ്. കൊച്ചിയിലെ 2020 എന്ന പ്രസ്ഥാനം NDA സഖ്യത്തിൽ ചേർന്നത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. കുന്നത്തുനാട്, കോതമംഗലം, കൊച്ചി എന്നീ മണ്ഡലങ്ങളിൽ 2020 NDA സഖ്യം ഒരു കൊടുങ്കാറ്റായി മാറുകയാണ്. കോർപ്പറേറ്റ് തലത്തിലുള്ള കൃത്യമായ വികസന കാഴ്ചപ്പാടും BJPയുടെ അച്ചടക്കമുള്ള സംഘടനാ സംവിധാനവും നരേന്ദ്രമോദിയുടെ വികസന അജണ്ടയും ഒന്നിക്കുമ്പോൾ അവിടെ LDFനും UDFനും പിടിച്ചു നിൽക്കാൻ പോലും ആകില്ല. കേരളത്തിൽ വ്യവസായങ്ങൾ പൂട്ടിച്ച ചരിത്രമുള്ള കമ്മ്യൂണിസ്റ്റുകാരെയും അഴിമതിയിൽ മുങ്ങിയ കോൺഗ്രസുകാരെയും ജനങ്ങൾ വലിച്ചെറിയാൻ തുടങ്ങിയിരിക്കുന്നു. ഈ വോട്ടുകളിൽ വരുന്ന വിള്ളൽ ആരെ തുണയ്ക്കുമെന്നത് നിഗൂഢമല്ല. അത് കൃത്യമായി NDAയുടെ വികസന രാഷ്ട്രീയത്തെ തന്നെ തുണയ്ക്കും. കേരളത്തിൽ വേണ്ടത് കൊടികുത്തി സമരമല്ല, മറിച്ച് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന, വികസനം കൊണ്ടുവരുന്ന ഒരു കോർപ്പറേറ്റ് രാഷ്ട്രീയ സഹകരണമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സ്മാർട്ട് സിറ്റിയും IT ഹബ്ബുകളുമായി കുതിക്കേണ്ട കൊച്ചിയെ പശ്ചാത്തല സൗകര്യങ്ങളുടെ ശവപ്പറമ്പാക്കി മാറ്റിയ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും 2020 NDA സഖ്യത്തിന്റെ വിജയം. ഇനി നമുക്ക് നേരെ മലബാറിലെ പൊരിഞ്ഞ പോരിലേക്ക് കടക്കാം. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ടൈറ്റ് ഫൈറ്റ് നടക്കുന്നത് ഒരുപക്ഷെ കോഴിക്കോട് ജില്ലയിലായിരിക്കും. പേരാമ്പ്രയും ബേപ്പൂരും അട്ടിമറി ഭീഷണിയിലാണെന്ന് UDF അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇവിടെ BJP വളരെ ശക്തമായ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. മലബാറിന്റെ വികസന മുരടിപ്പിനും ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളോട് ഇരു മുന്നണികളും കാണിക്കുന്ന മൃദു സമീപനത്തിനുമെതിരെ ശക്തമായ ജനവികാരം ഈ പ്രദേശങ്ങളിലുണ്ട്. സമാധാനം ആഗ്രഹിക്കുന്ന സാധാരണ ജനങ്ങൾ ഇന്ന് BJPയെ ഒരു രക്ഷകനായി കാണാൻ തുടങ്ങിയിരിക്കുന്നു. പാലക്കാട് ജില്ലയിലേക്ക് വരുമ്പോൾ അവിടെ രമേശ് പിഷാരടി കോൺഗ്രസിന് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് എന്ന് ചില മാധ്യമങ്ങൾ പറയുന്നു. എന്നാൽ രാഷ്ട്രീയം എന്നത് കോമഡി ഷോയല്ല. ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട ഗൗരവമായ ഇടമാണ്. അവിടെയാണ് BJPയുടെ തീപ്പൊരി നേതാവ് ശോഭാ സുരേന്ദ്രൻ പോരാട്ടം കടുപ്പിക്കുന്നത്. ശോഭാ സുരേന്ദ്രന്റെ വാഗ്മിയും ജനങ്ങളോടുള്ള ഇടപെടലും പാലക്കാട്ടെ വോട്ടർമാരെ ആവേശഭരിതരാക്കിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തി സംസ്ഥാന സർക്കാരിന്റെ അഴിമതികൾ തുറന്നുകാട്ടിയുള്ള ആ പോരാട്ടത്തിന് മുന്നിൽ കോൺഗ്രസിന്റെ സിനിമാ ഗ്ലാമറൊന്നും വിലപ്പോകില്ല. പാലക്കാട് നഗരസഭ ഭരിക്കുന്ന BJPക്ക് അവിടെ കൃത്യമായ സംഘടനാ അടിത്തറയുമുണ്ട്. അത് ഇത്തവണ നിയമസഭാ സീറ്റിലേക്കും പ്രതിഫലിക്കും. അത് തീർച്ചയായും ഉറപ്പാണ്. തൃത്താലയിൽ VT ബൽറാമും MP രാജേഷും തമ്മിലുള്ള പോരാട്ടം ഒരു ഗ്ലാമർ പോരാട്ടമായി മാറിക്കഴിഞ്ഞു. ഇങ്ങനെയെല്ലാമാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ രണ്ട് നേതാക്കളും തങ്ങളുടെ ഭരണകാലത്ത് തൃത്താലയ്ക്ക് വേണ്ടി എന്ത് വികസനമാണ് കൊണ്ടുവന്നത് എന്ന ചോദ്യം ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ്. വ്യക്തിപരമായ വാക്പോരുകൾക്കും നാടിന്റെ വികസനത്തിന് കേന്ദ്ര സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു NDA പ്രതിനിധിയാണ് തൃത്താലയിലെ ജനങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ തവനൂരും പൊന്നാനിയും ഇക്കുറി ഇടതുപക്ഷത്തിന് അനായാസമല്ലെന്ന് UDF ക്യാമ്പ് ഉറപ്പിച്ച് പറയുമ്പോൾ ഈ ന്യൂനപക്ഷ കേന്ദ്രീകൃത മണ്ഡലങ്ങളിൽ പോലും മുത്തലാഖ് നിരോധനം പോലെയുള്ള കേന്ദ്ര സർക്കാർ തീരുമാനങ്ങൾ ഉണ്ടാക്കിയ വലിയൊരു അനുകൂല തരംഗമുണ്ട്. പ്രത്യേകിച്ചും മുസ്ലിം സ്ത്രീകൾക്കിടയിൽ നരേന്ദ്രമോദി സർക്കാരിനോടുള്ള ആദരവ് വർദ്ധിച്ചിട്ടുണ്ട്.
സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്ന മന്ത്രം മുസ്ലിം സമുദായത്തിനിടയിലും BJPക്ക് സ്വീകാര്യത നേടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ വലിയൊരു അട്ടിമറി തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാം. എന്തു തന്നെ ആയാലും മെയ് 4-ന് വോട്ട് എണ്ണിത്തീരുമ്പോൾ വലിയൊരു അത്ഭുതമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 25 മണ്ഡലങ്ങൾ എണ്ണി വെച്ചോളൂ. ആ 25 മണ്ഡലങ്ങൾ അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുമെന്ന്, അല്ലെ? എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.